പല സ്റ്റുഡൻസിനും ഡൗട്ടുള്ളൊരു പാർട്ടാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഞാനത് സിമ്പിൾ കൺസെപ്റ്റിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എസ്പെഷ്യലി സൂപ്പർവൈസർ ലൈസൻസ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം മാത്രമല്ല ഡിസൈൻ ഫീൽഡിൽ കയറിയിരിക്കുന്ന ഫ്രഷേഴ്സിനൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് ടോട്ടൽ എന്നിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ ലോഡും കാര്യങ്ങളെല്ലാം ലൈറ്റ്, ഫാൻ, ബാക്കിയുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് എല്ലാം കൂടി നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ലോഡൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഫർദർ ഡിസൈനിലേക്ക് പോകും. പാനൽ, DB, ട്രാൻസ്ഫോമർ, അങ്ങനെ പോകും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഈ ഡിമാൻഡ് ഫാക്ടർ, മാക്സിമം ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പറയാം. നമുക്കിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു പ്രോജക്റ്റാണ്, റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഇട്ടേക്കാണ്. ഇപ്പോൾ ലൈറ്റിംഗ് ലോഡ് ഉണ്ട്. ലൈറ്റിങ്ങിന് 10 യൂണിറ്റ്സ് ആണുള്ളത്, 100 വാട്ട്സിൻ്റെ. അതായത് 10 നമ്പേഴ്സ് ഓഫ് 100 വാട്ട്സ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ 10 × 100 1000 വാട്ട്സ്, അതായത് 1 കിലോ വാട്ടിൻ്റെ നമുക്ക് ലൈറ്റ് ലോഡ് വന്നു. റെഫ്രിജറേറ്റർ ഒരു 10 എണ്ണം പല അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ 10 എണ്ണം വെച്ച് 2000 വാട്ട്സ് അല്ലെങ്കിൽ 2 കിലോ വാട്ട്. അങ്ങനെ എയർ കണ്ടീഷണർ അതേപോലെ 5 എണ്ണം ഉണ്ട്. വാട്ടർ ഹീറ്റർ 5 എണ്ണം ഉണ്ട്. അപ്പോൾ അതേപോലെ വേറെ പല അപ്ലയൻസസ് ഉണ്ട്. ഇപ്പോൾ പ്ലഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ 500 വാട്ട്സ് ആയിട്ട് കൂട്ടുമെന്ന് പറഞ്ഞല്ലോ. കണക്റ്റഡ് ലോഡായിട്ട് കൂട്ടണമെന്നൊക്കെ ഞാൻ മറ്റു പല വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ അവിടുത്തെ ലോഡിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 1 കിലോ വാട്ട്, 2 കിലോ വാട്ട്, 10 കിലോ വാട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് 33 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നമ്മളിത് നോക്കിയിട്ടാണ് നമ്മുടെ അവിടെ മോഡ് ഓഫ് സപ്ലൈ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിരുന്നു 5 കിലോ വാട്ട് താഴെയാണെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് കണക്ഷൻ ആയിരിക്കും അവിടെ എടുക്കേണ്ടത്. അതായത് 240 കിലോ വാട്ട് 240 വോൾട്ടിൻ്റെ സപ്ലൈ ആണ് അതിൻ്റെ അവിടെ വരേണ്ടത്. 5 കിലോ വാട്ട് താഴെയാണ്. 5 കിലോ വാട്ട് മുകളിലാണെങ്കിൽ നമ്മൾ 3 ഫേസ് സപ്ലൈ എടുക്കും. അത് അപ് ടു 100 kV വരെയാണ് 3 ഫേസ് സപ്ലൈ അലൗഡ്. 100 kV മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ 11 kV സപ്ലൈ എടുക്കേണ്ടി വരും എന്നുള്ളവർ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ കണക്റ്റഡ് ലോഡിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ ബാക്കിയുള്ള ഫർദർ കാൽക്കുലേഷൻ, അതായത് ട്രാൻസ്ഫോമർ വേണോ വേണ്ടയോ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ കണക്റ്റഡ് ലോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സപ്പോസ് നമ്മുടെ കണക്റ്റഡ് ലോഡ് ഇപ്പോൾ ഈ ഒരു കേസിൽ കണക്റ്റഡ് ലോഡ് നമുക്ക് 33 കിലോ വാട്ടേ വരുന്നുള്ളൂ. ചില കേസുകളിലൊക്കെ 100-ന് മുകളിൽ എക്സീഡൊക്കെ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ വെക്കണോ വെക്കണമെങ്കിൽ എത്ര kV ട്രാൻസ്ഫോമർ വെക്കണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും. അപ്പോൾ ആ ടൈമിലൊക്കെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇതാണ്. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് 33 കിലോ വാട്ടാണ് അറ്റ് എ ടൈം, ടോട്ടൽ കണക്റ്റിലൂടെന്ന് വിചാരിച്ചു. പക്ഷേ അറ്റ് എ ടൈം ഇത് ഫുള്ളി യൂസ് ചെയ്യാൻ സാധ്യതയില്ല. നമുക്ക് ചിലപ്പോൾ 25 കിലോ വാട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് 25 കിലോ വാട്ടെന്ന് വെച്ചാൽ എത്ര, 25/33 × 100. അങ്ങനെ ചെയ്യുമ്പോൾ 0.76 അല്ലെങ്കിൽ 76% ഓഫ് ദ ലോഡ് അറ്റ് എ ടൈം ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ആ പെർസെൻറ്റേജ് വന്നതെന്ന് ഞാൻ പറയാം. ആ 25 വന്നത് എങ്ങനെയാണെന്നൊക്കെ പറയാം. ഒരു റിവേഴ്സായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഈ 33 കിലോ വാട്ട് ഉപയോഗിക്കില്ല. കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ പോകുന്നു. അതായത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ അറ്റ് എ ടൈം ചിലപ്പോൾ എല്ലാ ലൈറ്റും ഫാനും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ പല ഫാൻസി ലൈറ്റും അതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അറ്റ് എ ടൈം യൂസ് ചെയ്യണമെന്നില്ല. എന്നാൽ അത് കണക്റ്റഡ് ലോഡിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ KCBയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ കണക്റ്റഡ് ലോഡിൽ ഇന്ന ലൈറ്റ് പോയിൻറ്റ്സ്, ഫാൻ പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം എഴുതിയിട്ടുണ്ടാവും കംപ്ലീഷൻ റിപ്പോർട്ടിൽ. അത് തന്നെ എല്ലാ വലിയ പ്രോജക്റ്റിലും ഇത് തന്നെ കണക്റ്റഡ് ലോഡ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും. അറ്റ് എ ടൈം അത് യൂസ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്താൽ ചിലപ്പോൾ വലിയൊരു ട്രാൻസ്ഫോമർ തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ്, അതായത് ഒരു വലിയ 10, 200, 300 അപ്പാർട്ട്മെൻറ്റ്സുള്ള ഒരു സ്പേസിൽ നമ്മളിതിൻ്റെ കണക്റ്റഡ് ലോഡ് വെച്ച് കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2000 kV മുകളിലുള്ള ട്രാൻസ്ഫോമറിലും ചെന്ന് നിൽക്കില്ല, അതിലും മുകളിൽ പോകേണ്ടി വരും. പക്ഷേ അറ്റ് എ ടൈം ഈ ഇത്രയും ലോഡ് ഉപയോഗിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഒരു വലിയ ട്രാൻസ്ഫോമർ വെച്ചു, ചിലപ്പോൾ ഒരു 100 അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് ടോട്ടൽ കണക്ട് ലോഡ് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ 2000 kV ട്രാൻസ്ഫോമർ കൊണ്ട് വയ്ക്കും. പക്ഷേ ലാസ്റ്റ് ഇത് ഓണാകുമ്പോഴത്തേക്ക് ആകെ ചിലപ്പോൾ അതിൽ 1000 kV ഒരു ലോഡൊക്കെ വരുള്ളൂ.
ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നഷ്ടമല്ല. നമ്മൾ ഒരു ഡബിൾ ദ സൈസ് ഓഫ് ദ ട്രാൻസ്ഫോമർ നമ്മൾ വച്ചു, അതിനെ ഉപയോഗിക്കണത് തന്നെയില്ല. ഫ്യൂച്ചർ ഓഫ് കോഴ്സ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ യൂസ് വരാമെന്നല്ലാതെ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇതിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഈ മാക്സിമം ഡിമാൻഡ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ മാക്സിമം ഡിമാൻഡ് അറ്റ് എ ടൈം വരാൻ സാധ്യതയുള്ള 25 kW ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അത് ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ്? അപ്പോൾ 0.76, അതായത് 76% ഓഫ് ദ ടോട്ടൽ കണക്ട് ലോഡാണ് വരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ കണക്ട് ലോഡ് എടുക്കുന്നു, എന്നിട്ട് അത് മൾട്ടിപ്ലൈഡ് ബൈ ഈ പെർസെൻറ്റേജ് നമ്മൾ ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 100 kW ഒരു സാധനമുണ്ട്, ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ 33 kW എടുത്തില്ലേ, അതേ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഇനി വേറൊരു പ്രോജക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ അവിടെ അറ്റ് എ ടൈം നമുക്കൊരു 76% നമ്മൾ എടുത്തിരുന്നുള്ളൂ. അതായത് നമ്മൾ 100 kW സ്ഥലത്ത് അപ്പോൾ 76 kW അറ്റ് എ ടൈം യൂസ് വരുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു 500 kW സ്ഥലത്ത് ഞാൻ ഇതേപോലെ 0.76 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അറ്റ് എ ടൈം 380 kW വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് റഫ്ലി ഒരു 400 kW ട്രാൻസ്ഫോമർ എടുത്താൽ മതി. ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ 500 മുകളിൽ പോകേണ്ടി വരും. സോ അതാണ് അത്. ഈ വലിയ പ്രോജക്റ്റുകളിലൊക്കെ നമുക്ക് ഈ ഒരു ടൂള് വളരെ യൂസ്ഫുള്ളായിട്ട് വരും, ഇങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെറുതെ സിമ്പിൾ എക്സാമ്പിളിലായിട്ടാണ് ഈ 0.76% എടുത്തത്. പക്ഷേ ആക്ച്വലി നമുക്ക് എന്ത് പ്രോജക്റ്റ് കിട്ടിയാലും ഇതേപോലെ ഒരു പെർസെൻറ്റേജ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പണികൾ എളുപ്പമാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ കൺസെപ്റ്റ് ബേസിക്കലി നമ്മുടെ ട്രാൻസ്ഫോമർ പോലത്തെ സെലക്ഷന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓൾറെഡി ഞാൻ ആ സൂപ്പർവൈസർ ലൈസൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം കാണിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു വാല്യൂസിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് വാല്യൂസ് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷനിൽ ഒരു മോട്ടർ ഉള്ളെങ്കിൽ അവിടുത്തെ ഡിമാൻഡ് ഫാക്ടർ 1 ആയിട്ട് തന്നെ എടുക്കണം. കാരണം അവിടെ വേറെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാനില്ല. ആ മോട്ടർ തന്നെ ഇപ്പോൾ ഒരു ലെയ്ത്ത് ആണെങ്കിൽ അവിടെ ആ മോട്ടർ തന്നെ ഓടിക്കൊണ്ടിരിക്കും. അതിന് ഡിമാൻഡ് അറ്റ് എ ടൈം അത് തന്നെ യൂസ് വരുള്ളൂ, അല്ല അതിന് വേറൊരു ഇത് വരില്ല. ഇനി ഇൻ കേസ് 10 മോട്ടറുകളുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ 75% എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ 10 മോട്ടറിൻ്റെ ടോട്ടൽ എത്ര കിലോവാട്ടാണോ അതിൻ്റെ 75% എടുത്താൽ മതി. 20 മോട്ടറുണ്ടെങ്കിൽ അതിൻ്റെ 65% എടുത്താൽ മതി. അറ്റ് എ ടൈം അത്ര യൂസ് വരാൻ സാധ്യതയുള്ളൂ. ഇതെല്ലാം ഒരു കൺസെപ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാം. അത് മാത്രം ഇത് ഞാൻ ട്രാൻസ്ഫോമറിൽ മാത്രമല്ല, അതേപോലെ സ്വിച്ച് ഗിയേഴ്സിനും നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 100 kW യൂസ് ചെയ്യണ അറ്റ് എ ടൈം യൂസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ സ്വിച്ച് ഗിയർ ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ അതിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 250 ആംപിയറിൻ്റെ ഒരു സ്വിച്ച് ഗിയർ യൂസ് ചെയ്യേണ്ടി വരും. അറ്റ് എ ടൈം അതിലൊരു 70 കിലോവാട്ടൊക്കെ ഉള്ളെങ്കിൽ അത്രയും ആവശ്യം വരില്ല. അതിൻ്റെ അകത്ത് ആ സ്വിച്ച് ഗിയറിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം അറ്റ് എ ടൈം ഇത് ഇതിൻ്റെ പകുതിയാണ്. ചില ഇതിൻ്റെ എക്സാമ്പിൾ 40 മോട്ടറുള്ളൊരു ഇതിൽ 0.5 ആണ് ഇതിൻ്റെ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് 40 മോട്ടറിൻ്റെ ഒറിജിനൽ ആംപിയർ 100 ആംസ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഫാക്ടർ 0.5 മീൻസ് അറ്റ് എ ടൈം അതിൻ്റെ പകുതി ലോഡേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. നമുക്ക് 40 മോട്ടറുകളുണ്ടെന്ന് വയ്ക്കുക, എല്ലാം ഒരു 10 കിലോവാട്ടിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 400 കിലോവാട്ടാണ് അറ്റ് എ ടൈം കണക്റ്റഡ് എന്ന് വിചാരിക്കുക. ബട്ട് നമ്മളിതിൽ പറഞ്ഞ അത്ര അതിൻ്റെ 0.5% യൂസ് ചെയ്യുള്ളൂ. അതായത് അറ്റ് എ ടൈം 200 കിലോവാട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 400 കിലോവാട്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 250 സംതിങ് ആണെങ്കിൽ ഈ 200 ആകുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു. അതിൻ്റെ വാല്യൂ നമുക്ക് അതിൻ്റെ ഹാഫായി. ഞാനതിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നില്ല, അത് ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണ വീഡിയോസ് കാണിച്ചിരുന്നു. അപ്പോൾ റഫ്ലി കാണിച്ചു തരാം. ഇൻറ്റു 1.3 1.4 ഒക്കെ ചെയ്താൽ മതി ഇതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി, അപ്രോക്സിമേറ്റ്ലി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡബിളായിരുന്നു വന്നിരുന്നത്. ഇതിപ്പോൾ ഞാൻ 0.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ ഒരു 280, അപ്പോൾ 315 ആംപിയറിൻ്റെ ഒരു MCCB എന്തായാലും യൂസ് ചെയ്താൽ പ്രശ്നം തീർന്നു. മറ്റേതായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ 400 ഇൻറ്റു 1.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 560, അപ്പോൾ 630 ആംപിയറിൻ്റെ ഒരു സ്വിച്ച് ഗിയർ വേണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാശ് അങ്ങോട്ട് മാറി,
നമുക്ക് അത്ര യൂസ് വരുന്നില്ല താനും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാത്തിലും ബാധകം. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ, ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് ഹാഫ് യൂസേ വരുന്നുള്ളൂ. കാരണം അറ്റ് എ ടൈം എല്ലാം യൂസ് ആവുന്നില്ലല്ലോ. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു 0.8 0.9 ആ റേഞ്ചിലാണ് ഈ ഡിമാൻഡ് ഫാക്ടേഴ്സ് വരുന്നത് മാക്സിമം. ചില സ്ഥലങ്ങളിലൊക്കെ 0.4 വരെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ പെർസെൻറ്റേജ് ആണ് ബേസിക്കലി. അപ്പോൾ സൗദിയിലൊക്കെ യൂസ് ചെയ്യുന്ന റെസിഡൻഷ്യൽ 0.6, കൊമേഴ്ഷ്യൽ 0.7, ഫ്ലാറ്റുകൾക്ക് 0.7, സ്കൂൾസിനൊക്കെ 0.8. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, എല്ലാത്തിനും നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ ഇതേപോലെ ഡിസൈൻ പ്രോജക്ട്സുകൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് സൂപ്പർവൈസർ ലൈസൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഈ വാല്യൂ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളൊരു 0.8 ആ റേഞ്ചൊക്കെ യൂസ് ചെയ്താൽ മതി. ഡിമാൻഡ് ഫാക്ടർ എന്നായിരിക്കില്ല, അവിടെ ചിലപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നൊരു കൺസെപ്റ്റിലായിരിക്കും തരുന്നത്. ഞാനിപ്പോൾ ഡിമാൻഡ് ഫാക്ടർ എന്നൊരു കൺസെപ്റ്റിലാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കണ്ടോ, ഇത് ഒരു വേറെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. റെസിഡൻഷ്യൽ ലോഡിൽ തന്നെ ചെറിയ ലോഡുകളിലൊക്കെയാണ് 1 തന്നെ എടുക്കണം. അപ്പോൾ അവിടെ ഈ ചെറിയ ലോഡെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വേറൊന്നും യൂസ് ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് 1 എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു കുടിസ് മുറി, അതിലൊരു ലൈറ്റ്, ഒരു ഫാനുണ്ട്, അപ്പോൾ നമ്മളതെന്തായാലും ഉപയോഗിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെയാണ്. പിന്നെ അല്ലാത്ത റെസിഡൻഷ്യൽ 0.6ഉം 0.5, ഓൾമോസ്റ്റ് ഹാഫ് ദ ലോഡ് യൂസ് വരുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. മനസ്സിലായോ? അറ്റ് എ ടൈം ഹാഫ് ദ ലോഡേ യൂസ് ആവുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ തിയേറ്ററിലെല്ലാം 0.6, അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു 0.5 0.6 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, സ്മോൾ ഇൻഡസ്ട്രീസ് കാണാം, സ്റ്റോറിൽ കാണാം, മോട്ടർ ലോഡ്സ് കാണാം. ഓക്കെ, ഇതാണ് ഒരു കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ ഡിമാൻഡ് ഫാക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ സാധനം. ഇപ്പോൾ 400 കിലോവാട്ട് ഒരു ലോഡുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ അതിൻ്റെ ഹാഫ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മളെങ്ങനെ ചെയ്ത് ഡിമാൻഡ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിന് പകരം നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ 2 മീൻസ് ഇതിൻ്റെ ഹാഫേ വരുള്ളൂ എന്നുള്ളത്. മനസ്സിലായോ? രണ്ട് കൺസെപ്റ്റ്. ഒന്നും ഒരു പെർസെൻറ്റേജ് ആണ്, ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജ് ആണ്. അത് നമ്മുടെ ടോട്ടൽ കണക്ക് ലോഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം എത്ര ലോഡ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കും. അതായത് മാക്സിമം ഡിമാൻഡ്, അറ്റ് എ ടൈം എന്തൊരു യൂസ് ചെയ്യണമെന്നുള്ള ആ കൺസെപ്റ്റിന് മാക്സിമം ഡിമാൻഡ് എന്ന് പറയും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവാണ്ട് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. രണ്ടിൻ്റെ ഫൈനൽ ആൻസർ എന്താ? മാക്സിമം ഡിമാൻഡ്. അറ്റ് എ ടൈം എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ള കണ്ടുപിടിക്കലാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ ലൈസൻസ് ഇൻ്റർവ്യൂവിനൊക്കെ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടറായിരിക്കും ചിലപ്പോൾ തരിക. അപ്പോൾ കൺഫ്യൂഷൻ ആയത് ഇപ്പോൾ 1 മുകളിലൊക്കെ ഉള്ള സാധനം എല്ലാം ഡൈവേഴ്സിറ്റി ഫാക്ടറാന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് പോവാം. അതുകൊണ്ട് പലതിനും കൊടുത്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ, ജനറൽ പവർ, ലാർജ് ഇൻഡസ്ട്രി, ഇതിലെല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. ഹാൻഡ് ബുക്കിൽ നിന്നൊക്കെ എടുത്ത് മൊത്തത്തിൽ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചിലപ്പോൾ ഗൂഗിളൊക്കെ, ഞാനൊക്കെ ആദ്യമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മര്യാദയ്ക്ക് ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്തിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ 2 കൺസെപ്റ്റും ക്ലിയർ ആയെന്ന് ചോദിക്കുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.